ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ എക്സ്പെരിമെൻറ്റുമായിട്ടാണ്. സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ വെക്കേഷൻ സമയത്ത് കളികൾ മാത്രമല്ല, ചെറിയ ചെറിയ രസകരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സിമ്പിൾ എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ കുപ്പി വേണം, വിനീഗർ വേണം, വിനാഗിരി വേണം, പിന്നെ ബേക്കിംഗ് സോഡ വേണം, പിന്നെ ബലൂണും വേണം. അപ്പോൾ ആദ്യം നമുക്ക് കുപ്പിയുടെ അരഭാഗം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് വിനീഗറാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫണൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കളയാതെ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഒഴിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ അല്ലെങ്കിൽ വലിയൊരു ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്, വലുതാണ് നല്ലത് കേട്ടോ. എൻ്റെ കയ്യിൽ വലിയ കുപ്പിയില്ല. ഇനി നമുക്ക് വേണ്ടത് ബലൂണാണ്. ആ ബലൂണിൻ്റെ അകത്തോട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. നമുക്ക് ഡയറക്റ്റ് കുപ്പിയിലോട്ട് ബേക്കിംഗ് സോഡ ഇടരുത്. ബേക്കിംഗ് സോഡയും ഒരു ഫണൽ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന ബലൂണിൻ്റെ അരഭാഗം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നേരത്തെ വിനാഗിരി നിറച്ച് വെച്ചിരിക്കുന്ന കുപ്പിയുടെ മുകളിലോട്ട് ബലൂണിൻ്റെ വാവട്ടം പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. അത് പാരൻസ് ഹെൽപ്പ് ചെയ്യുക. എന്നിട്ട് ബേക്കിംഗ് സോഡ കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് റിയാക്ഷൻ നടന്ന് ഗ്യാസ് റിലീസാവും. കാർബൺ ഡയോക്സൈഡാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നടക്കും തോറും ബലൂൺ ഇങ്ങനെ വീർത്ത് വീർത്ത് വരും കേട്ടോ. ഞാൻ കുഞ്ഞു കുപ്പി എടുത്തുകൊണ്ടാണ് പതഞ്ഞ് മുകളിലോട്ട് ബലൂണിനകത്തോട്ട് ആ പത കയറുന്നത്. അപ്പോൾ വലിയ കുപ്പിയാണെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക, കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വിനാഗിരിയും ബേക്കിംഗ് സോഡയും കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതേപോലെ ബലൂൺ വീർത്ത് വരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ബലൂൺ വീർപ്പിക്കണമെങ്കിൽ ഇതേ വിനാഗിരിയിൽ തന്നെ, ഇതേ കുപ്പിയിലുള്ള വിനാഗിരിയിൽ തന്നെ ബേക്കിംഗ് സോഡ ഇടരുത്. എന്നാൽ പിന്നെ റിയാക്ഷനൊന്നും നടക്കില്ല. പുതിയ വിനാഗിരിയും ബേക്കിംഗ് സോഡ എടുത്തിട്ട് വേണം ഇത് ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്യുക, ഇതെന്തായാലും ഇഷ്ടമാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.